ശരി, ശ്രീ ജ്യോതികുമാർ ചോമകല ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സിജോ, ഈ ADGP MR അജിത് കുമാറിന്റെ ശബരിമല യാത്രയിൽ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു ആദ്യം അയാൾക്കെതിരെയായിരുന്നു നിയമലംഘനം നടത്തി എന്നുള്ള രീതിയിലൊരു പ്രശ്നം ഉന്നയിച്ചിരുന്നത്. ഇയാളെയാണ് പോലീസ് ബലിയാടാക്കിയിരുന്നത്. ഇത്തരത്തിൽ അജിത് കുമാറിനെതിരെ തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. വീഴ്ചകൾ അദ്ദേഹം കൃത്യവിലോപം നടത്തിയെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കാൻ, ഒരു നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും, എന്ത് നടപടിയായിരിക്കും ഇയാൾക്കെതിരെ കൈക്കൊള്ളുക? ഈ തുടർച്ചയായ റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമല യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. RSS ആളുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നത്. ത്രിതല അന്വേഷണമാണ് നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു, പല റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും എല്ലാം അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ DGP സ്ഥാനക്കയറ്റ പട്ടികയിൽ പോലും അത്തരം നടപടികളിലോട്ട് പോകുന്നു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാൻ വേണ്ടിയിട്ട് DGP ആക്കുന്നതിനുള്ള നടപടികളിലേക്ക് വളഞ്ഞ വഴികളിലൂടെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യണം. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു. അജിത് കുമാറിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള സമീപനമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കടുത്ത നടപടികളിലേക്ക് സർക്കാർ നേരിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വളരെ വേഗത്തിൽ പോകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി, അത്ര നടപടികളിലേക്ക് പോകുമെന്ന് തോന്നില്ല. ഒരു താക്കീത്, അത്തരത്തിലുള്ളൊരു ശാസന, അത്തരത്തിലുള്ളൊരു തരത്തിലുള്ള ഒരു നടപടികളിലേക്കായിരിക്കും ഒതുങ്ങാനുള്ള ഒരു സാധ്യത എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി നേരെ മറിച്ചുണ്ടാകണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്ത് പല കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമലയിലെ ട്രാക്ടർ ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് നിലവിൽ അജിത് കുമാറിനെതിരെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെതിരെ ഈ പരാതിക്കാരനായിട്ടുള്ള ഒരു അഭിഭാഷകനായിട്ടുള്ള ആൾ തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ റിപ്പോർട്ടിന്റെ കോപ്പി ഉൾപ്പെടെ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇതുവരെയും കോടതി അംഗീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ റിപ്പോർട്ട് പരിഗണിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കടുത്ത നിലപാടുകളിലേക്ക് പോയെങ്കിൽ മാത്രമാണ് ശക്തമായ ഒരു നടപടി അജിത് കുമാറിനെതിരെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഒരു പരിധി വരെ ഇപ്പോൾ അജിത് കുമാറിന് എന്തൊരു സംരക്ഷണം കിട്ടുന്നതോ ആ സംരക്ഷണം തന്നെ തുടരാനാണ് സാധ്യത. ചെറിയ നടപടി എന്ന നിലയിൽ താക്കീത്, ശാസനം ഉൾപ്പെടെയുള്ള ചെറിയ അത്തരം നടപടികളിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികളാണെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് നിലപാട് കടുപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകും. അത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ വീഴ്ച സംഭവിച്ചെന്ന് DGP റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് ADGP MR അജിത് കുമാർ യാത്ര നടത്തിയതെന്ന് റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. ഇനി ഇതിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. വിവരങ്ങൾ നൽകിയത് സിജോ വി ജോൺ ആണ്. ഒരിടവേള.